ഹായ് മൈ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മേ എന്ന് പറയുന്ന മോഡൽ വെർബ് ചോദ്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മേ കൂടുതലായിട്ടും പെർമിഷൻ ചോദിക്കാനൊക്കെ മറ്റുള്ളവരുടെ പെർമിഷൻ ചോദിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് മേ ഐ കം ഇൻ, മേ ഐ ബോറോ യുവർ പെൻ എന്നൊക്കെ, അല്ലെങ്കിൽ സഹായം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്ഷനുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. എന്നാൽ ഇത് രണ്ടും അല്ലാത്ത ഒരു സന്ദർഭത്തിൽ മേ ഉപയോഗിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ എന്നതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം. ഇത് നമുക്ക് ക്യാൻ എന്ന് പറയുന്ന വെർബ്, ഇത് വളരെ എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി പിന്നെ ക്യാൻ എന്ന് പറയുന്ന മോഡൽ വെർബുമായിട്ട് മേ എന്ന് പറയുന്ന മോഡൽ വെർബിനെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഐ ക്യാൻ റൈഡ് എ ബൈക്ക്, എനിക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയും. ഈ ഇതിനെ നമുക്ക് ചോദ്യമാക്കിയാലോ, ക്യാൻ യു റൈഡ് എ ബൈക്ക്, താങ്കൾക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമോ? അതേസമയം ഐ മേ റൈഡ് എ ബൈക്ക്, ഞാനൊരു ബൈക്ക് ഓടിച്ചേക്കാം അല്ലെങ്കിൽ ഓടിക്കാൻ സാധ്യതയുണ്ട്. അതായത് എനിക്കൊരു ബൈക്ക് കിട്ടും, അപ്പോൾ ഞാനത് ഓടിക്കാൻ സാധ്യത. ഐ മേ റൈഡ് എ ബൈക്ക്. എന്നാൽ ഇതൊരു ചോദ്യമാക്കാൻ പറ്റുമോ? മേ യു റൈഡ് എ ബൈക്ക് എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. മേ യു റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താങ്കൾ ഒരു ബൈക്ക് ഓടിക്കട്ടെ. ഈ മേ ഉപയോഗിച്ചിട്ട് ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ കൂടുതലും ഈ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ പിന്നെന്താ പറയുക, അനുഗ്രഹം കൊടുക്കുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് ഉപയോഗിക്കുക. മേ യു റൈഡ് എ ബൈക്ക് പറഞ്ഞാൽ താങ്കൾ ഒരു ബൈക്ക് ഓടിക്കട്ടെ അല്ലെങ്കിൽ ഓടിക്കാൻ ഇടവരട്ടെ എന്നൊക്കെയുള്ള തരത്തിലുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ മേ യു റൈഡ് എ ബൈക്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നില്ല. നമ്മളൊരാളോട് മേ യു റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്ന വ്യക്തി മനസ്സിലാക്കുക, അയാൾ എന്നോട് പറഞ്ഞു താങ്കളൊരു ബൈക്ക് ഓടിക്കാൻ ഇടവരട്ടെ എന്ന് എന്നോട് പറഞ്ഞു എന്നേ അയാൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ചോദ്യം എങ്ങനെ ചോദിക്കും? അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ മേയ്ക്ക് പകരം നമുക്ക് ലൈക്ക്ലി എന്ന് പറയുന്ന സെമി മോഡൽ വെർബ് ഉപയോഗിക്കാം. അതായത് ആർ യു ലൈക്ക്ലി ടു റൈഡ് എ ബൈക്ക്, താങ്കൾ ഒരു ബൈക്ക് ഓടിക്കാൻ സാധ്യതയുണ്ടോ? അതായത് ക്യാൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഐ ക്യാൻ റൈഡ് എ ബൈക്ക്, എനിക്കൊരു ബൈക്ക് ഓടിക്കാൻ കഴിയും. ക്യാൻ യു റൈഡ് എ ബൈക്ക്, താങ്കൾക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമോ? അതേസമയം ഐ മേ റൈഡ് എ ബൈക്ക്, ഞാനൊരു ബൈക്ക് ഓടിച്ചേക്കാം, എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ബൈക്കുമായിട്ട് വരും, അവൻ്റെ ബൈക്ക് ചിലപ്പോൾ ഞാൻ ഓടിച്ചേക്കാം. ഐ മേ റൈഡ് ഹിസ് ബൈക്ക്. അതേസമയം ചോദ്യമാക്കാൻ പറ്റുമോ? മേ യു റൈഡ് ഹിസ് ബൈക്ക് എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മേ എന്ന് പറയുന്ന ഈ മോഡൽ വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് ലൈക്ക്ലി എന്ന് പറയുന്ന സെമി മോഡൽ വെർബ് ഉപയോഗിക്കാം. ആർ യു ലൈക്ക്ലി ടു റൈഡ് എ ബൈക്ക്, അത് താങ്കൾ ഒരു ബൈക്ക് ഓടിക്കാൻ സാധ്യതയുണ്ടോ? ഐ മേ റൈഡ് എ ബൈക്ക് എന്നുള്ളത് ഞാനൊരു ബൈക്ക് ഓടിച്ചേക്കാം. ആർ യു ലൈക്ക്ലി ടു റൈഡ് എ ബൈക്ക്, താങ്കളൊരു ബൈക്ക് ഓടിച്ചേക്കുമോ, ഓടിച്ചേക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഈ സാധ്യത, പോസിബിലിറ്റിയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക്ലി എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കാം. അതേപോലെ ഇത് പോസിബിലിറ്റിയെ കുറിക്കാൻ, പിന്നെ ഓടിക്കാൻ കഴിയുമോ എന്ന് റിക്വസ്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ റിക്വസ്റ്റായിട്ടാണ് താങ്കളൊരു ബൈക്ക് ഓടിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുഡ് യു റൈഡ് എ ബൈക്ക്, താങ്കളൊരു ബൈക്ക് ഓടിക്കുമോ എന്നുള്ള അങ്ങനെ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഈ ഇതിൽ കൂടുതലായിട്ടും സൂട്ടായിട്ട് യോജിക്കുന്നത് മേ എന്ന് പറയുന്ന ഈ സന്ദർഭത്തിൽ മേയ്ക്ക് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് മാക്സിമം യോജിച്ച് നിൽക്കുന്ന വാക്ക് ലൈക്ക്ലി എന്ന് പറയുന്നതിന്. ആർ യു ലൈക്ക്ലി ടു ഡു ദാറ്റ്, ആർ ദ ലൈക്ക്ലി ടു കം ടു നൈറ്റ്, അതായത് അവർ ഇന്ന് ആർ ദ ലൈക്ക്ലി ടു കം ടു നൈറ്റ്, അവർ ഇന്ന് നൈറ്റ് വരാൻ സാധ്യതയുണ്ടോ? അല്ലാതെ ഈ സന്ദർഭത്തിൽ മേ ദേ കം ടു നൈറ്റ് എന്ന് ചോദിക്കാൻ എന്ന ചോദ്യ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മേ ദേ കം ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് രാത്രി വരട്ടെ എന്നുള്ള ഒരു എന്താ പറയുക, ആ രീതിക്കുള്ള ഒരു അർത്ഥമായി മാറും. ആർ ദേ ലൈക്ക്ലി ടു കം ടു നൈറ്റ് എന്ന് തന്നെ പറയണം. ഇത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, കാരണം പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും എന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിലോ ആരും അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Thank you for watching. I will be back again with another very useful video. Until then, thank you. Bye.